ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഹെയർ കെയർ ആണ് കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഞാൻ അതിനായിട്ട് എടുത്തിരിക്കുന്നത് തളിരായിട്ടുള്ള പേരയിലയും ഒരു സബോളയുടെ പകുതിയും പിന്നെ കയ്യൂന്നിയെന്നും കഞ്ഞുണ്ണിയെന്നും ഒക്കെ പറയുന്നത്, ഭൃംഗരാജ എന്നൊക്കെ പറയുന്നത് നമ്മുടേത്. അപ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറിലാക്കിയിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അരച്ചിട്ട് അതിൻ്റെ ജ്യൂസാണ് നമ്മൾ എടുക്കുന്നത്. അത് നല്ലോണം ഒന്ന് അരിച്ചെടുത്ത് വെച്ചതിന് ശേഷം നമ്മുടെ മുടിയിലെ ചടയെല്ലാം കളഞ്ഞ് നമ്മുടെ വിരലൊക്കെ ഓടിച്ചു കഴിഞ്ഞാൽ ഒരിടത്ത് പോലും ഉടക്കാത്ത രീതിയിൽ ചട കളഞ്ഞെടുക്കണം. അതിനായിട്ട് ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ചീപ്പ് പല്ലകന്നിട്ടുള്ള ഒരു വലിയ ചീപ്പാണ് കേട്ടോ. നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്ന നല്ലത് പല്ലകന്ന ചീപ്പ് തന്നെയായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു ബോട്ടിലാണ് കേട്ടോ ആ ജ്യൂസ് ഒഴിച്ചെടുത്തേക്കുന്നത്. എന്നിട്ട് നമ്മുടെ മുടി ഓരോ ഭാഗവും പകന്നിട്ട് നമ്മുടെ തലയോട്ടിൽ ഇത് നല്ലതുപോലെ തേച്ച് കൊടുക്കണം. നമ്മുടെ തലയോട്ടിൽ എല്ലാ ഭാഗത്തും തേച്ച് കൊടുക്കണം കേട്ടോ. താരൻ മൂലം വിഷമിക്കുന്ന എല്ലാവർക്കും ഇത് നല്ല ഒരു റിസൾട്ട് കിട്ടുന്ന കേട്ടോ. അതായത് നമ്മളിത് ആദ്യം യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്കതിൻ്റെ റിസൾട്ട് ഉണ്ടാവും. താരൻ കാരണം ഭയങ്കര തലചൊറിച്ചിലുണ്ടാവും അല്ലേ. അപ്പോൾ ഈ ചൊറിയുന്ന അനുസരിച്ച് ഈ താരം നമ്മുടെ മുഖത്തോട്ടൊക്കെ വീണ് കഴിഞ്ഞാൽ മുഖത്ത് നിറയെ കുരുക്കളും ഉണ്ടാവും അല്ലേ. അപ്പോൾ എന്തൊരു ബുദ്ധിമുട്ടായിരിക്കും അത്. അപ്പോൾ നമുക്ക് താരൻ തന്നെയാണ് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം. താരൻ കാരണം നമുക്ക് മുടി കൊഴിച്ചിലും ഉണ്ടാവും അല്ലേ. അങ്ങനെ നമുക്ക് ഇത് ചെയ്യുന്നത് മൂലം ആഴ്ചയിൽ ഒരു ദിവസം ചെയ്യുന്നത് വളരെ നല്ലതാണ് കേട്ടോ. താരൻ മാറാനും നമ്മുടെ മുടി കൊഴിച്ചിലൊക്കെ അകറ്റാനും മുടി വളരാനും ഒക്കെ അടിപൊളിയായിട്ടുള്ള ഒരു ജ്യൂസാണ് കേട്ടോ ഇത്. പേരയില താരൻ മാറാൻ അടിപൊളിയാണ്. പിന്നെ ഭൃംഗരാജം എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാമല്ലോ, നമ്മുടെ മുടി വളരാനും നമ്മുടെ തലയിൽ തേക്കുമ്പോൾ തന്നെ തലയോട്ടിൻ്റെ ഉള്ളിലോട്ട് അങ്ങനെ ഇറങ്ങി ചെന്നിട്ട് നമുക്ക് പുതിയ മുടികളൊക്കെ വളരാനൊക്കെ നല്ലതല്ലേ. പിന്നെ സബോള നമുക്ക് മുടി വളരാൻ സൂപ്പറായിട്ടുള്ള സംഭവമാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ചേരുമ്പോഴോ അടിപൊളിയല്ലേ. അപ്പോൾ ഇതെല്ലാം നമ്മൾ നമ്മുടെ തലയുടെ എല്ലാ ഭാഗത്തും തേച്ച് കൊടുക്കുക. ഇപ്പോൾ ഇത് കാണുന്നില്ലേ, ഒരു ചെമ്പൻ കളറായിട്ട് തോന്നില്ലേ എൻ്റെ മുടിക്ക്. ഇത് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഒരു ചെറുതായിട്ടെന്നല്ല, നല്ല ഡാർക്ക് ബ്ലാക്ക് കളറായിട്ട് എൻ്റെ മുടി മാറി നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് തേച്ചതിന് ശേഷം ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നമ്മളൊരു 5 മിനിറ്റ് തലയൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക, നല്ലതാണ്. നമ്മുടെ ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂടാനൊക്കെ മസാജ് വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ചെറിയ രീതിയിലൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഈ ജ്യൂസ് എല്ലാ ഭാഗത്തും ചെല്ലാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാൻ പറയുന്നത്. കാരണം താരൻ എല്ലായിടത്തും ഉണ്ടാവുമല്ലോ. നമുക്ക് താരനിൽ ഫസ്റ്റ് യൂസ് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഇതെല്ലാം തേച്ചിട്ട് തലയിൽ മുടി നല്ലോണം കെട്ടിവെച്ച് 1 മണിക്കൂർ കഴിഞ്ഞിട്ടാട്ടോ ഞാൻ കഴുകിയത്. അത്രയും വെക്കണമെന്നൊന്നും ഇല്ല, ഒരു അരമണിക്കൂറെങ്കിലും വെക്കുക. അപ്പോൾ ഞാൻ കഴുകി കഴിഞ്ഞത് കണ്ടോ, എനിക്ക് നല്ല മാറ്റമുണ്ട്. താരന് ഒരു തുള്ളി പോലും ഇല്ല കേട്ടോ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കണം. എൻ്റെ മുടിയിൽ ആ കറുപ്പ് കളർ തന്നെ ഉണ്ടോ, അത് നല്ല സൂപ്പറായിട്ട് നല്ല സോഫ്റ്റ് ആൻഡ് സിൽക്കി ഹെയർ ആയിട്ടുണ്ട്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ, ഓക്കെ, സീ യു.